3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കൂട്ടം ചേർന്ന് മിങ്കു കൊക്കിന്റെ അടുത്തേക്ക് വരും. മിങ്കു കൊക്കെ, നീയല്ലേ പറഞ്ഞത് 3 ദിവസത്തിന് ശേഷം ജലദേവതകൾ ഇങ്ങോട്ട് വരുമെന്ന്? പറയൂ, അവരെന്താ ഇപ്പോഴും വരാത്തത്? നിങ്ങളെല്ലാവരും ഇത് കേൾക്കണം. ദിവസങ്ങൾക്ക് മുൻപ് ഈ കാട്ടിൽ മാലിന്യത്തിന്റെ ദുർഗന്ധം വമിച്ചിരുന്നു. എന്നാലിപ്പോൾ പൂക്കളുടെയും മരങ്ങളുടെയും സുഗന്ധം പരക്കുന്നു. മാലിന്യം നിറഞ്ഞിരുന്ന കുളത്തിലെ വെള്ളം ഇപ്പോൾ വളരെ ശുദ്ധമാണ്. എന്നിട്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതം പാഴാക്കി ആരോഗ്യം നശിപ്പിക്കുകയാണ്. അതിപ്പോൾ ശരിയായില്ലേ? നിങ്ങൾക്കത് മനസ്സിലായില്ലേ? ഇത്രയും കിട്ടിയതിന് ശേഷം ഇനി ജലദേവതയുടെ ആവശ്യമുണ്ടോ? നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? ഞാൻ ജലദേവതയെക്കുറിച്ച് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ മടിയെല്ലാം മാറ്റിയത്. മാത്രമല്ല നമ്മുടെ കാടിനെ വൃത്തിയാക്കി സൂക്ഷിക്കാൻ തയ്യാറായത്. ഒരുമിച്ച് എല്ലാവരും ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടത്. ഇത് കേട്ടപ്പോൾ എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഞെട്ടലായി. കൊക്കിനോടുള്ള ദേഷ്യം അവർക്ക് കൂടി കൂടി വന്നു. നീ ഞങ്ങളെ എല്ലാവരെയും വിഡ്ഢികളാക്കിയല്ലേ? നീ നോക്കിക്കോ, ഞങ്ങൾ നിന്നെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഷേർഖാനും ബാക്കിയുള്ള മൃഗങ്ങളും പക്ഷികളോടും ചർച്ച ചെയ്തു. കൊക്കിനെ ഒരു കൂട്ട് തടങ്കിലാക്കി. കൊക്കിന് അവൻ ചെയ്ത കാര്യത്തിന് കുറ്റബോധം തോന്നി.